ഹായ് ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ചാറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. അവർ ചിന്തിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അടുത്തുനിന്ന് സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. നമുക്ക് നോക്കാം എന്താണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. മജീഷ്യനാണ്, അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളെ. അപ്പോൾ ഈ ഒരു സമയം ചിലപ്പോൾ സെപ്പറേഷനിലായിരിക്കും. ഈ സെപ്പറേഷനിൽ ആയതുകൊണ്ടായിരിക്കുമല്ലോ മാനിഫെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾ തിരിച്ചും ജീവിതത്തിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ചിന്തകളിൽ നിങ്ങളെപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടെന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഈ ഒരു സമയം അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് പ്രണയത്തോടെ സ്നേഹത്തോടെ നിങ്ങളുടെ പാസ്റ്റിലെ മൊമെൻ്റൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. വീണ്ടും അവർ നിങ്ങൾ അവരിലേക്ക് ചെല്ലാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ടു ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഒരു ഡിസിഷൻ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് അവർക്ക്. അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ, പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ട്. കാരണം ഇത് രണ്ട് സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്. രണ്ട് പേരുണ്ട് അവരുടെ മുന്നിൽ. ചിലപ്പോൾ നിങ്ങളും വേറൊരു വ്യക്തി ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. കുറച്ച് ഡിസിഷൻ നിങ്ങൾ ചെല്ലണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർ രണ്ട് സിറ്റുവേഷനിൽ പെട്ടുപോയി എന്നുള്ളതാണ്. വീണ്ടും ടു ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ് വന്നത്. തീർച്ചയായിട്ടും അവർ രണ്ട് സിറ്റുവേഷനിൽ പെട്ടുപോയ ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്ത്. ഇത് ചിലപ്പം ഒന്നുകിൽ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യവും ആയിരിക്കാം അവരുടെ മുന്നിൽ അതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൺഫ്യൂഷനാണ്. ആരെയും വേദനിപ്പിക്കരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആരെയും വേദനിപ്പിക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കുറേയധികം ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഇപ്പം ആകെ ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ഭയം അവർക്ക് ആൾറെഡി ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ എന്നാലും ഉപേക്ഷിക്കാൻ വയ്യ. എന്നാലും അവർ ഇത് കളയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. സിക്സ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് ശാന്തമാകാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് കുറേ പ്രശ്നങ്ങൾ വന്നു വിട്ടിട്ടുണ്ടായിരിക്കാം. മറ്റുള്ള വ്യക്തികൾ ഇൻവോൾവ്ഡ് ആയി കുറച്ചധികം പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടായിപ്പോയി. അതുകൊണ്ടായിരിക്കാം ഇതിൽ ആരോ ഒരാൾ മാറിപ്പോയി എന്നുള്ളതാണ്. ഒന്നുകിൽ അവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. ഇത് ആൾറെഡി വിട്ടുപോയി കഴിഞ്ഞൊരു റിലേഷൻഷിപ്പാണ്. അത് കുറച്ച് സമാധാനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ വിട്ടുപോയ ആൾ തിരിച്ചു വരാനാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് നിങ്ങളും അവരുമായിരിക്കാം. ചിലപ്പോൾ രണ്ടുപേരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതിൽ ഒരാൾ ചിലപ്പം വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഒരു സാഹചര്യത്തിൽ അവരങ്ങ് ഈ ഒരു പ്രശ്നങ്ങൾ ഇനി വേണ്ട എന്ന് വിചാരിച്ച് സമാധാനം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് പോയതായിരിക്കാം. ഡബിൾ കാർഡാണ് വന്നിട്ടുള്ളത്. ഇതിലൊരു അഡിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഒന്നുകിൽ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ അവർക്കായിരിക്കാം. അപ്പോൾ ഇതിൽ ശരിക്കും ഒരു അഡിക്റ്റഡ് ആയിരുന്ന ഒരു സമയമുണ്ട്. പിന്നെ ആ ഒരു അഡിക്ഷൻ മാറ്റാൻ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടായിരിക്കാം. ഒരു നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് പോലത്തെ എന്തോ സംഗതിയോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന് പെട്ടുപോയാണ് ഇത് മാറിപ്പോയതായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം വീണ്ടും അവർക്ക് ആ ഒരു അഡിക്ഷനിലേക്ക് അവർ വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് അവർ റീസ്റ്റാർട്ട് ചെയ്യാൻ തന്നെ എന്തായാലും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അവർ ചില സമയം നല്ലതായിട്ട് ആലോചിക്കും. ചില സമയം അവർ
കുറച്ച് മോശമായിട്ട് നിങ്ങളെക്കുറിച്ച് അത്ര കാരണം ഈ ഉണ്ടായിപ്പോയ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കണം, കുറച്ച് അത്ര നെഗറ്റീവായിട്ടും ചിന്തിക്കും. പക്ഷെ ഈ ഒരു സമയം നിങ്ങളുമായിട്ടൊരു നിങ്ങൾ അവരുടെ അടുത്ത് വേണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഫോർ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അവർ ആ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു ഇതിൽ വെറുതെ ഇരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളുടെ പ്രസൻസ് അവരുടെ കൂടെ ഉണ്ട് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഈ സമയം നിങ്ങൾ വിട്ടിട്ട് പോയിട്ടില്ല. നിങ്ങളായാലും അവരായാലും നിങ്ങൾ രണ്ടുപേരായാലും പരസ്പരം കൂടെ ഉള്ളത് പോലത്തെ ഒരു ഫീലിംഗ് തോന്നുന്നു എന്നുള്ളതാണ്. ചിലപ്പം പാസ്റ്റ് ഇയറിൽ നിങ്ങൾ ഗിഫ്റ്റൊക്കെ കൈമാറിയ ആൾക്കാരായിരിക്കാം. അപ്പം അതിൻ്റെ ഓർമ്മകളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടായിരിക്കാം. ഇതിൽ ഒരു നെസ്റ്റിനകത്ത് ഇരിക്കുന്ന ഒരു എനർജിയാണുള്ളത്. അപ്പം തന്നെ ഇത് ആ ഒരു ഓർമ്മകളിൽ ഇരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും അവരുടെ മനസ്സിൽ ശരിക്കും തീവ്രമായ ഓർമ്മകൾ നിങ്ങളെക്കുറിച്ചുണ്ട്. 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു വളരെ സന്തോഷം പ്രദാനം ചെയ്തൊരു ബന്ധമായിരുന്നിരിക്കാം ഇത്. കുറേ ആൾക്കാർക്ക് ഇതൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ്, കുട്ടികൾ ഇൻവോൾവ്ഡ് ആണ്. പക്ഷേ എന്തെങ്കിലും ഈഗോ ഉണ്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനും കൊണ്ടോ മാറിപ്പോയതായിരിക്കണം. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബന്ധമാണ്. ഒരിക്കലും ഇത് പെട്ടെന്ന് മാറിപ്പോകാൻ പറ്റുന്നൊരു ബന്ധമല്ല. അത്രയും സ്ട്രോങ് ബോണ്ട് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സന്തോഷമാണ് അവർ വീണ്ടും വേണമെന്ന് ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങളുണ്ടായിരിക്കാം, ആ പ്രശ്നങ്ങളിലുപരി നിങ്ങൾ എൻജോയ് ചെയ്ത ആ നിമിഷങ്ങൾ അവർ ഈ ഒരു സമയം ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊരു ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരിക്കാം എപ്പോഴെങ്കിലുമൊക്കെ. അപ്പം അതിൻ്റെ ഒരു ഓർമ്മകളിൽ അവരിയ്ക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഈ ഒരു സമയം ഭയങ്കര പ്രണയമാണ് അവർക്ക്. ഒരുപാട് ആ ഓർമ്മകൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു സമയം. അവരുടെ ഓർമ്മകളിൽ ചിലപ്പം നിങ്ങളുമായിട്ടുള്ള ആ പ്രണയത്തിൻ്റെ നല്ല നിമിഷങ്ങൾ ഈ ഒരു സമയം അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് അവർ വീണ്ടും വേണം എന്ന് ആഗ്രഹിക്കുന്നത്, കാത്തിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം അവർ നിങ്ങളുടെ വിളിയോ അല്ലെങ്കിൽ മെസ്സേജോ ഒക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരിങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. എൻ്റെ ആയിപ്പോയ ഒരു കാര്യം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പാസ്റ്റിൽ ഇനി വേണ്ടാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോയതായിരിക്കാം. പൂർണ്ണമായിട്ടും ഇനി ഇത് വേണ്ട എന്ന് വിചാരിച്ച് രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി പോയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയതായിരിക്കാം. ചിലപ്പോൾ ഒരാൾ ചീറ്റ് ചെയ്തതുപോലെ പോയതായിരിക്കാം, മറ്റേ ആൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടായിരിക്കാം. എന്ത് തന്നെ ആയാലും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ട് അവർക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു ജന്മത്തിൽ വന്നൊരു കാര്യമല്ല, ഏതൊക്കെയോ ജന്മങ്ങളിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുനർജന്മത്തിൽ വീണ്ടും നിങ്ങൾ കണ്ടുമുട്ടി, വീണ്ടും നിങ്ങൾ റിലേഷൻഷിപ്പിലായി. അത് വീണ്ടും ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് അതിൽ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ ഇത് വീണ്ടും ബ്രേക്കപ്പ് ആയിപ്പോയി. അപ്പോൾ ഈ ഒരു സമയം വീണ്ടും അവർക്കത് റീസ്റ്റാർട്ട് ചെയ്യണം എന്നാണ് കാണുന്നത്. ഒരു പ്രതീക്ഷയുണ്ട്. ഈ ഒരു സമയം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് വീണ്ടും അത് തിരിച്ചു വരും എന്ന്, അല്ലെങ്കിൽ വീണ്ടും പഴയ പോലെ ആകുമെന്നൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇന്ന് ഉള്ള ഒരു മെസ്സേജ് എല്ലാം ശരിക്കും പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജാണ്. അവർ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുമായിട്ടുള്ള നല്ല ഓർമ്മകളെല്ലാം അവർക്ക് ഇപ്പോഴും ഈ ഒരു സമയവും അവർ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെടുത്തില്ലെങ്കിലും അവരത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. വളരെ ഗ്രൗണ്ടഡ് ആയിട്ട്, വളരെ സ്നേഹത്തോടു കൂടി നിങ്ങൾ വീണ്ടും അവരിലേക്ക് ചെല്ലണം എന്ന് തന്നെ ആഗ്രഹിച്ചവർ കാത്തിരിക്കുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഇതിൽ ഇപ്പം ഈ ഒരു സമയം സെപ്പറേഷനൊന്നും അവർക്കൊരു പ്രശ്നമല്ല. സെപ്പറേഷനൊന്നും അവർ ചിന്തിക്കുന്നേ ഇല്ല. അടുത്തുണ്ടെന്ന് തന്നെ ചിന്തിച്ച് ആഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ അവരുടെ കറന്റ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഒരു കെട്ടിൽ പെട്ടുപോയി, പക്ഷെ അവരതിൽ ഫ്രീ ആകാൻ ആഗ്രഹിക്കുന്നു.
അവർ ഫ്രീ ആയി നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ എടുക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.